ഖായിത്തബായി രാജാവിന് ശേഷം 400ഓളം വർഷങ്ങൾ പിന്നിട്ട് ഹിജ്റ 1263 പള്ളിയുടെ മച്ചിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും പുനർനിർമ്മാണം ആവശ്യമാണെന്നും കാണിച്ച് അന്ന് ഷെയ്ഖുൽ ഹറം എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി മുത്തവല്ലി ദാവൂദ് ഭാഷ അക്കാലത്തെ തുർക്കി ഭരണാധികാരി അബ്ദുൽ മജീദ് ഖാനെ അറിയിച്ചു. വിവരം ലഭിച്ച ഉടനെ പള്ളിയുടെ സ്ഥിതി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി ഒരു വിദഗ്ധ സംഘത്തെ മദീനയിലേക്ക് അയച്ചു. അവരുടെ അഭിപ്രായ പ്രകാരം മസ്ജിദുൻ നബവി പുനർനിർമ്മിക്കാൻ തീരുമാനമായി. പള്ളിക്ക് വേണ്ടി നല്ല ഇനം കല്ലുകളും മാർബിളുകളും അന്വേഷിക്കുവാൻ ഒരു സംഘത്തെ നിയോഗിച്ചു. ദുൽഹുലൈഫക്കടുത്ത് വാദി അഖീലിലെ വലിയൊരു മലയിൽ ചുവന്ന നിറത്തിലുള്ള മികച്ച ഇനം പാറ കണ്ടെത്താൻ കഴിഞ്ഞു. കല്ലുകൾ ചെത്തി മിനുക്കാനുള്ള പനിപ്പുരകളും ഇഷ്ടികകൾ നിർമ്മിക്കാനുള്ള നിർമ്മാണശാലകളും മദീനക്ക് പുറത്ത് ഒരുങ്ങി. കല്ലിന്റെ മാതൃകയും നിർമ്മിക്കാൻ പോകുന്ന പള്ളിയുടെ മരം കൊണ്ട് നിർമ്മിച്ച രൂപവും രാജാവിന് അയച്ചു കൊടുത്തു. ഇരുമ്പ്, ഈയം, പിച്ചള, മരം, പെയിന്റുകൾ മുതലായ നിർമ്മാണ വസ്തുക്കളും പണവും തുർക്കിയിൽ നിന്ന് മദീനയിലേക്ക് നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരുന്നു.